ഇന്ന് വയനാട് നിന്നുണ്ട് ഒരു പ്രിയപ്പെട്ട സഹോദരനോട് വാക്കവേ ദുആ ചെയ്യാൻ മറക്കരുത്. പാവപ്പെട്ട വയനാടുകാരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹു ആ സഹോദരങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. ദൈനംദിന ജീവിതം പോലും തകരാറിലാണ്. എപ്പോഴാണ് ഈ ദുരിതത്തിന്റെ വ്യാപ്തി എപ്പോഴാണ് അറിയുന്നതെന്നറിയുമോ? വെള്ളം ഇങ്ങനെ പൊങ്ങിക്കിടക്കുമ്പോഴല്ല, ജലത്തിന്റെ അടിയിലെല്ലാം കിടക്കുമ്പോഴല്ല, കേരളത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ വ്യാപ്തി അറിയുന്നത് അവസാനം മഴയൊന്ന് തിമിർത്ത് പെയ്തൊഴിഞ്ഞ് ഈ വെള്ളമെല്ലാം ഭൂമിയിലേക്ക് വറ്റിപ്പോകുമ്പോഴാണ്. 1 മീറ്ററും 2 മീറ്ററും നിറത്തിൽ ചെളിക്കെട്ടുകൾ, കവിടുകൾ മുഴുവനും തകർന്നടിഞ്ഞു പോകുന്ന ദിനരാത്രങ്ങൾ, കിടക്കാനിടമില്ലാതെ വലയുന്ന പാവപ്പെട്ടവർ. അല്ലാഹുവേ, നിന്റെ അടിമകളെ പരീക്ഷിക്കല്ല തമ്പുരാനെ. വെള്ളം താഴുമ്പോഴാണ് ദുരന്തത്തിന്റെ ഭീകരമുഖം അറിയുക. ഇന്ന് വയനാട് നിന്നൊരു സഹോദരൻ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, ധാരാളം ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനവുമായി കയ്യും മെയ്യും മറന്ന ജനങ്ങളെ, സഹോദരങ്ങളെ സഹായിക്കുന്ന തിരക്കിലാണ്. അരിയും ഭക്ഷണ സാധനവുമായി പാവപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തകർ രാപകലില്ലാതെ മലമടക്കുകൾ കയറുകയാണ്. സഹോദരാ, അദ്ദേഹം ഉസ്താദേ, അരിച്ചാക്കുകൾ വന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വരുന്നുണ്ട്, ഒറ്റപ്പെട്ട വീടുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അരിയൊന്ന് വേവിക്കാൻ വെള്ളം വേണ്ടയോ?